ഇതുവരെ നടക്കില്ല, ബുദ്ധിമുട്ടാണ്, എനിക്കിനി ഇത് ജീവിതത്തിൽ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ച് നിരാശരായിട്ടിരിക്കുന്നവർക്ക് പോലും രാധേ കൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2025 ഫെബ്രുവരി 24 അഥവാ കുംഭമാസം 12 തിങ്കളാഴ്ച ശ്രീരാമചന്ദ്രസ്വാമി പോലും അനുഷ്ഠിച്ച അതിശ്രേഷ്ഠമായ വിജയ ഏകാദശിയാണ്. എല്ലാവിധ ജീവിത വിജയങ്ങളും ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഏകാദശിക്ക് വിജയ ഏകാദശി എന്ന് പറയപ്പെടുന്നത്. തിരുവല്ലാമല ഏകാദശി എന്നും ഈ ഏകാദശിക്ക് പേരുണ്ട്. അപ്പം നമുക്ക് അതുപോലെ ഫെബ്രുവരി 26 മഹാശിവരാത്രിയാണ് അല്ലേ, മഹാമാസത്തിലെ ശിവരാത്രി. മഹാദേവൻ്റെ ശിവരാത്രി ലോകഗുരുവായ മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സുഹൃതികൾക്കും ഉണ്ടാവട്ടെ. എല്ലാവരും ധാരാളം പഞ്ചാക്ഷര മന്ത്രം ജപിക്കുവാനും ശിവപുരാണവും ശിവാനന്ദലഹരിയും അതുപോലെ ശിവനെക്കുറിച്ചുള്ള കീർത്തനങ്ങളും ഒക്കെ ധാരാളം ജപിക്കാൻ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഏകാദശിയിലേക്ക് കടക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സന്താപനാശകരായ നമോ നമഃ, അന്ധകാരാന്തകരായ നമോ നമഃ, ചിന്താമണി ചിദാനന്ദായ തേ നമഃ, നീഹാരനാശകരായ നമോ നമഃ, മോഹവിനാശകരായ നമോ നമഃ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ, സ്ഥാപരജംഗമാചാര്യായ തേ നമോ നമഃ, ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമഃ, സത്വപ്രധാനായ തത്വായ തേ നമഃ, സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശംഭോ മഹാദേവ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ. അപ്പോൾ ഫെബ്രുവരി 24 കുംഭമാസം 12 തിങ്കളാഴ്ച വിജയ ഏകാദശി അഥവാ തിരുവല്ലാമല ഏകാദശിയാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 23 ഉച്ചയ്ക്ക് 1:55 ഏകാദശി തിഥി ആരംഭിച്ച് 24 ഉച്ചയ്ക്ക് 1:44 വരെ ഏകാദശി തിഥിയാണ്. അപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ഏകാദശി തിഥി ആരംഭിക്കുന്നതിന് മുമ്പ്, അപ്പോൾ 1:55 ആരംഭിക്കുമ്പോൾ ഒരു 1:30 ഉച്ചഭക്ഷണം അരിയാഹാരം കഴിച്ചാൽ നന്നായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഹരിവാസര സമയം 24 രാവിലെ 7:48 ആരംഭിച്ച് രാത്രി 7:31 വരെയാണ് ഹരിവാസര സമയം. ഭഗവാന്റെയും ലക്ഷ്മീദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ കൂടുതൽ പ്രകടമാവുന്ന സമയത്ത് ധാരാളം നാരായണ, അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ, അതുപോലെ വിഷ്ണു സഹസ്രനാമം, ഭാഗവത, നാരായണീയ പുരാണങ്ങളൊക്കെ ഈശ്വര സങ്കല്പത്തോടുകൂടി കൂടുതൽ ഇരിക്കേണ്ട ഒരു സമയമാണ്. പാരണ വീടേണ്ടത്, അതായത് പാരണ വീടി വ്രതം ഭഗവാനിൽ സമർപ്പിക്കേണ്ടത് 25 രാവിലെ 6:30 മുതൽ 10 മണി വരെയുള്ള സമയത്ത് പാരണ വീടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവിധ ജീവിത വിജയങ്ങൾക്കും, അതായത് ത്രേതായുഗത്തിൽ ശ്രീരാമ ഭഗവാൻ പോലും അനുഷ്ഠിച്ച ഏകാദശി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഈ ഏകാദശിയുടെ പ്രാധാന്യത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഭഗവാന്റെ അവതാരമാണ് അല്ലേ ശ്രീരാമാവതാരം. അപ്പോൾ രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ സീതയെ അന്വേഷിച്ച് ശ്രീരാമനും ലക്ഷ്മണനും അങ്ങനെ നടക്കുന്ന അവസരത്തിൽ ഒരു മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഈ വിജയ ഏകാദശി അനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് സേതുബന്ധനം സാധിച്ച് ലങ്കയിൽ എത്തിച്ചേർന്ന്
രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത് അയോധ്യയിൽ എത്തിച്ചേർന്ന് ആ പട്ടാഭിഷേകം നടത്തുവാനൊക്കെ സാധിച്ചത്. അപ്പോൾ എല്ലാവിധ ജീവിത വിജയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവിധ ജീവിത വിജയങ്ങളും ലഭിക്കുന്നത് കൊണ്ടാണ് ഈ ഏകാദശിയെ വിജയ ഏകാദശി എന്ന് പറയുന്നത്. തിരുവല്ലോമലയിൽ അധികം പ്രാധാന്യമുള്ളത് കൊണ്ട് തിരുവല്ലോമല ഏകാദശി എന്നും ഈ മാഘമാസത്തിലെ കറുത്ത പക്ഷ ഏകാദശി തിരുവല്ലാമല ഏകാദശിയായും വിജയേകാദശിയായും പറയപ്പെടുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കുന്നതിന് വേണ്ടി, അതുപോലെ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പ്രമോഷനും സ്ഥാനക്കയറ്റമൊക്കെ കിട്ടുന്നതിന്, അതുപോലെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹ സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക്, സന്താന ലബ്ധിക്ക് വേണ്ടി, അങ്ങനെ എല്ലാവിധ ഇതുവരെ നടക്കില്ല, ബുദ്ധിമുട്ടാണ്, എനിക്കിനി ഇത് ജീവിതത്തെ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ച് നിരാശരായിട്ടിരിക്കുന്നവർക്ക് പോലും ഈ വിജയ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കുന്ന ഏകാദശിയും കൂടിയാണ് ഈ വിജയ ഏകാദശി. അതുപോലെ മഹാമാസത്തിലെ ചതുർദശി, മഹാദേവൻ്റെ ലോകഗുരുവായ മഹാദേവൻ്റെ വളരെ പ്രാധാന്യമുള്ള ശിവരാത്രി. ശിവരാത്രി ആശംസകളോടെ എല്ലാവരെയും അറിയിക്കുന്നു.